വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽക്കാലത്ത്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ മാസങ്ങളിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട കുറച്ച് ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വേനൽക്കാലത്തെ ശക്തമായിട്ടുള്ള ചൂടിൽ നിന്നും നിങ്ങളുടെ എഗ്ഗിനെ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്ന, നന്നായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കുകയുള്ളൂ. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ സമ്മർ സീസണിൽ ഫോളോ ചെയ്യേണ്ട ടിപ്സിനെ പറ്റിയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്തിട്ടും ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ടിപ്സ് മൂലം പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് സാധിക്കും. നിങ്ങളും വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വർക്കൗട്ട്സുകൾ, എക്സസൈസുകൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. ഡോക്ടർ തന്നിട്ടുള്ള മെഡിക്കേഷൻസും കൃത്യമായിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന ടിപ്സിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ബെറീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും ഒരുപാട് ബെറീസ് അവൈലബിൾ ആണ്. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ബെറീസ് നമുക്ക് മുമ്പിൽ അവൈലബിൾ ആണ്. ചിലർക്ക് ഫ്രഷ് ഫ്രൂട്ട് ആയിട്ട് തന്നെ ബെറീസ് കിട്ടും. സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയൊക്കെ അതേപോലെ തന്നെ കിട്ടുന്നവരുണ്ട്. അതല്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡ്രൈഡ് ആയിട്ടുള്ള ബെറീസ്. നമുക്ക് നല്ല നല്ല നട്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്സിലൊക്കെ ബെറീസ് കിട്ടും. ഈ ബെറീസ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം ഫെർട്ടിലിറ്റിയിൽ ഒരുപാട് ബെനഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെറീസിൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കാഴ്ചയിൽ ചെറുതാണെങ്കിലും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു പവർ ഹൗസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റീപ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ശരീരത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫെർട്ടിലിറ്റി റേറ്റ് നന്നേ കുറഞ്ഞു പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എഗ്ഗിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെല്ലുലാർ ഡാമേജ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബെറീസ് ഉപയോഗിക്കുന്നത് മൂലമുള്ള ബെനഫിറ്റ്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബെറീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ബെറീസ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കണം. കാര്യം ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ബെറീസ് ഇൻടേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡയറിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെറീസ് എന്താണെങ്കിലും ഡ്രൈഡ് ആയിട്ടുള്ള ഫോമിലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 3 or 4 വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ട് ഈവനിങ് ഒരു സ്നാക്ക് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഏകദേശം ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തൊരു തവണ വിശപ്പ് വരുന്ന സമയത്ത് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം നന്നായിട്ട് ശരീരത്തിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബോഡിയെ സഹായിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ഫുഡാണോ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നത് അതിൻ്റെ കാര്യങ്ങളായിരിക്കും ശരീരം ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് ഒരു വിശപ്പ് വരുന്ന സമയത്ത് ഇത് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗുണം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. എടുക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് കൂടി കൊടുക്കാനായിട്ട് നോക്കുക. ഇനി ഫ്രഷ് ആയിട്ടാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നതെങ്കിൽ അപ്പോഴും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ചായിട്ട് സ്ട്രോബെറി ആണെങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ ബ്ലൂബെറി ഒക്കെ ആണെങ്കിൽ അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള രീതിക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് വാട്ടർ മെലണും അതുപോലെ ക്യൂക്കംബറും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന 2 എണ്ണമാണ് ഈ വാട്ടർ മെലണും ക്യുക്കുംബർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നന്നായി നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെർവിക്കൽ മ്യൂക്കസ് ആണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പോം സെൽസിനെ അങ്ങ് എഗ്ഗിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ശരീരത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അഥവാ തടസ്സങ്ങൾ ഉണ്ടാകും. ഇതിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആ സ്പോമിന് കൊടുക്കുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ്. നമ്മളിപ്പോൾ ഈ സമ്മർ സീസണിലോട്ട് അടുക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ടാണ് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത്. നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും എക്സസ് ആയിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്തൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ റിക്വയർമെന്റ് ബോഡിക്ക് ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ സെർവിക്കൽ മ്യൂക്കസിന്റെ ആ ഒരു പ്രൊഡക്ഷനെ ഇതിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ആ വെള്ളം നന്നായിട്ട് ശരീരത്തിലില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട്
ദിവസേന നിങ്ങൾ വാട്ടർമെലണോ ക്യുക്കുംബറോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് കുറവാണെങ്കിൽ കൂടി തന്നെ ഫോർപ്ലേ നടത്തുന്ന സമയത്ത് കുറച്ചധികം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഫോർപ്ലേ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ചാർജിന്റെ ഫോർമേഷൻ കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ദാഹം എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എല്ലാ ദിവസവും 3 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരു മെഷർമെന്റ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളിൽ കാണപ്പെടുന്ന ഡിസ്ചാർജ് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ, അതായത് സെർവിക്കൽ മ്യൂക്കസ് അല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഏകദേശം പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചർ ഉള്ളതായിരിക്കും. എന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഡിസ്ചാർജ് തിക്കായിട്ടുള്ളത്, കട്ടിയായിട്ടുള്ളത്, അതായത് കൈവിരലിൽ വെക്കുമ്പോൾ ഇത് സ്ട്രെച്ച് ആകുന്നില്ല, അങ്ങനെ ഒട്ടി നിൽക്കുന്ന ടൈപ്പ് ഡിസ്ചാർജ് ആണെങ്കിൽ അത് സ്പേമിന്റെ മൂവ്മെന്റിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡിസ്ചാർജുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് പറയണം. സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടിപ്സ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സിട്രസ് ഫ്രൂട്ട്സിന്റെ ഇൻടേക്ക് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുന്നത്, അതായത് ഓറഞ്ച്, ലെമൺ, ഗ്രേപ്പ് ഫ്രൂട്ട് തുടങ്ങിയവയ്ക്ക് ഹൈ വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രൊജസ്ട്രോണിന്റെ ബാലൻസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് ആ ഒരു ബാലൻസ് പ്രോപ്പർ ആയിട്ട് വരാത്തത് കൊണ്ടാണ് മിഡ് സൈക്കിളിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയോ നേരത്തെ പീരിയഡ്സ് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ബാലൻസ് നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് എഗ്ഗിന്റെ ക്വാളിറ്റിനെ അതുപോലെ എൻഡോമെട്രിയൽ ലൈനിന്റെ തിക്നെസ്സിനെയും ഒക്കെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആളുകൾക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അത് മാത്രം സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്ക് സ്പേമിന്റെ മോട്ടിലിറ്റിയും അതുപോലെ മോർഫോളജിയും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഇങ്ങനെ ഇംബാലൻസസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ് പുരുഷന്റെയും ഹോർമോണൽ പുരുഷന്റെയും ഇതുപോലെ സ്പേമിൽ വരുന്ന കണ്ടീഷൻസ് ഒക്കെ. അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പുരുഷന്മാരും ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓറഞ്ച് ഒക്കെ നമുക്കിപ്പോൾ സീസണിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഒരിക്കലും കൂടുതലായിട്ടുള്ള അളവിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 or 2 മാക്സിമം 3 ഓറഞ്ച് പെർ ഡേ അങ്ങനെയൊക്കെ നിങ്ങൾ എടുത്താൽ മതി. അത് ഒറ്റയടിക്ക് നിങ്ങൾ എടുത്ത് തീർക്കേണ്ട, ഓരോ സമയത്തായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഹസ്ബൻഡിനും ഇത് എടുത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് നട്ട്സും സീഡ്സും. ഇതിൽ സിങ്കിന്റെയും സെലീനിയത്തിന്റെയും കണ്ടന്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, വാൾനട്ട്, ആൽമണ്ട്, ഇതൊക്കെ എല്ലാവരോടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാഴ്ചയിൽ വളരെ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും അടുത്തൊരു ജനറേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ളത് എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വിത്തിൽ നിന്നാണ് വൃക്ഷം ഉണ്ടാകുന്നത്, നമുക്കറിയാലോ. ഈ പംകിൻ സീഡിൽ നിന്നാണ് അടുത്തൊരു വലിയൊരു പംകിൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്രയും ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ദിവസേന ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആളുകൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്, സെലീനിയം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ എല്ലാ ഫെർട്ടിലിറ്റി ബെനിഫിറ്റ്സും ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ബെനിഫിറ്റ്സ്, അതായത് പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, അതുപോലെ ആൽമണ്ട്, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ബെനിഫിറ്റ്സ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ ദി ചൂസ് വേൾഡ് പംകിൻ സീഡ്, ദി ചൂസ് വേൾഡ് വാൾനട്ട് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ബെനിഫിറ്റ് ആണെന്നറിയോ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ വണ്ടറടിച്ചു പോകും. ഇത് ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മുടെ ചാനലിൽ എല്ലാവരും പ്രഗ്നന്റ് ആവുന്നത്. അതല്ലാതെ ഞാൻ ഡോക്ടറോ അല്ല, ഒരു തരത്തിലുള്ള മെഡിസിൻസ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു മൊമെന്റിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സൈക്കിളിൽ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആകുമെന്ന് വിചാരിക്കരുത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗിനെ നന്നായിട്ട് ക്വാളിറ്റിയോടെ കൂടി ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 monthsന്റെ ടൈം നമുക്ക് എടുക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസമോ തൊട്ടടുത്ത മാസത്തിലോ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കും എന്നാണ് കേട്ടോ ചുരുക്കം. അടുത്തതായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് വിറ്റമിൻ ഡി. നമുക്ക് സൺഷൈൻ്റെ ആ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടെമ്പറേച്ചർ കിട്ടുന്ന, ചൂട് കിട്ടുന്ന, അല്ലെങ്കിൽ സൺ ഒരുപാട് ബ്രൈറ്റ് ആയി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് കാലഘട്ടം. ഇതിനെ നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ വിറ്റമിൻ ഡി ശരീരത്തിലോട്ട് കൊണ്ടുവന്നിട്ട് വേഗത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഫീമെയിൽ ഫെർട്ടിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒന്നാണ് ഈ വിറ്റമിൻ ഡി
എന്ന് പറയുന്നത്. ആഡിക്വേറ്റ് ആയിട്ടുള്ള വിറ്റമിൻ ഡിയുടെ ലെവൽ നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ അത് മെൻസ്ട്രൽ സൈക്കിളിനെയും ബാക്കിയുള്ള എല്ലാ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള രീതിക്ക് കൃത്യമായിട്ടുള്ള അളവിലുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആയിരിക്കും. എഗ്ഗിന്റെ ക്വാളിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എൻഡോമെട്രിയം ഹെൽത്തിനും ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടും അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ PCOS എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾക്കാണെങ്കിലും അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മാനേജ് ചെയ്തിട്ട് ഫോളിക്കുലാർ ഡെവലപ്മെന്റിനും ഇൻസുലിൻ റെസിസ്റ്റൻസും നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് PCOD ഉള്ളവർക്കുള്ള ബെനിഫിറ്റ് ആയിട്ടും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്റ്റഡി നടത്തിയതിൽ തെളിയിച്ചിട്ടുള്ളത് IVF ചെയ്യാനായിട്ട് ഏറ്റവും ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു മന്ത് ഈ ഒരു സമ്മർ ടൈം ആണെന്നാണ് കേട്ടോ പറയുന്നത്. IVFന്റെ സക്സസ് റേറ്റും ഈ ഒരു സമ്മർ സീസണിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്. ഒരു സ്റ്റഡി നടത്തി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ മെയിൽ ഫെർട്ടിലിറ്റിയിലും ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റമിൻ ഡി കൃത്യമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ മോട്ടിലിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നന്നായിട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ സൺ എക്സ്പോഷർ നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ അത് നമ്മളുടെ പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രീക്ലാംസിയ പോലുള്ള കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നോർമലി നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീനോ കൊടയോ ഒക്കെ പിടിച്ചിട്ട് നല്ല സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴേക്കും സൺ എക്സ്പോഷർ നമുക്ക് കിട്ടാതെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഒരു 11 മണിക്ക് ശേഷമുള്ള വെയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് താങ്ങാൻ പറ്റുന്ന വെയിലാണെങ്കിൽ അതൊരു 10 to 15 മിനിറ്റ്സ് വരെ നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വിറ്റമിൻ ഡിയുടെ ലെവൽസ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. അതിന്റെ ലെവൽ നന്നായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കാലുവേദനയും കൈവേദനയും മറ്റുള്ള അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങറ്റം കൂടി പോയി കഴിഞ്ഞാൽ ഡിപ്രഷന്റെ ലെവലിൽ വരെ നമ്മൾ എത്താനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വിറ്റമിൻ ഡിയുടെ ലെവൽ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. വിറ്റമിൻ ഡി അതല്ലാതെ നമുക്ക് ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പാല് കഴിക്കാനായിട്ട് നോക്കാം, മുട്ട പുഴുങ്ങിയത് കഴിക്കുക, ലിവർ കഴിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ വിറ്റമിൻ ഡിയുടെ ലെവൽ നന്നായിട്ട് ശരീരത്തിൽ കൂടിക്കോളൂ കേട്ടോ. ഒരിക്കലും നിങ്ങൾ വിറ്റമിൻ ഡിനെ നെഗ്ലക്ട് ചെയ്ത് കളയാനായിട്ട് പാടില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.